യൗവനം കഴുകനെ പോലെ പുതുകി വരണം. ആരുടെയാണ്? മധ്യവയസ്കരുടെ, വൃദ്ധന്മാരുടെ. ഇപ്പോൾ വൃദ്ധനായി കഴിഞ്ഞാൽ, മധ്യവയസ്കനായി കഴിഞ്ഞാൽ കമ്പനികൾക്കും മറ്റുള്ളവർക്കും സ്വന്തം കുടുംബത്തിന് പോലും വലിയ വിലയില്ല. പക്ഷെ കർത്താവ് പറയുന്നത് എനിക്ക് വിലയുണ്ട്. 40-ാമത്തെ വയസ്സിൽ മോശ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായി ചെന്നപ്പോൾ ദൈവം അവനെ എടുത്തില്ല. 80-ാമത്തെ വയസ്സിൽ വിളിച്ചു. മോശ പറഞ്ഞു, ഞാൻ 40-ാമത്തെ വയസ്സിൽ വന്നതല്ലേ, ഇനി വേറെ ആരെങ്കിലും നോക്കിക്കോ കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് നിന്നെ വേണ്ടത്, കാരണം പക്വതയുള്ളവനെ സഭയിൽ വേണം. ഈ മുടിയൻ പുത്രന്മാരൊക്കെ തെറ്റ് ചെയ്തിട്ട് തിരികെ വരുമ്പോൾ ചേട്ടന്മാർ തടുക്കും. അവിടെ അവനെ സ്വീകരിക്കാൻ എനിക്ക് അപ്പന്റെ ഹൃദയമുള്ള ഒരുത്തനെ വേണം. ഒനേസിമോസുമാര് തിരിച്ചു മടക്കി വരുത്താൻ, ഫിലോമോനെ തിരികെ ഏൽപ്പിക്കാൻ എനിക്ക് പിതൃഹൃദയമുള്ള ശുശ്രൂഷകന്മാരെ വേണം. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി: പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്കെഴുതുന്നു. ആദ്യം മുതലുള്ളവൻ, കൃപയും കരുണയുമുള്ളവൻ, പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, പ്രകൃതി അറിയുന്നവൻ, അകൃത്യങ്ങളെ അകറ്റുന്നവൻ, ദയ ആകാശത്തോളം ഉന്നതമായവൻ, അപ്പന് മക്കളോടെന്ന പോലെ സ്നേഹം തോന്നുന്ന യഹോവയെ അറിയുന്നവൻ നിങ്ങളാണ്. നിങ്ങളെ സഭയ്ക്ക് വേണം.